വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇക്കോസ്റ്റ് കേരള. ഇക്കോസ്റ്റ് WPCയുടെ വ്യത്യസ്ത പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള ഏകദേശം 10ഓളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചേർത്തു കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ചാനൽ ഹോം പേജിൽ പോയാൽ വീഡിയോകൾ കാണാവുന്നതാണ്. നിങ്ങൾക്ക് അവ ഉപകാരപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇക്കോസ്റ്റ് WPC ബോർഡുകൾ, കബോർഡുകൾ, അതേപോലെ വാർഡ്രോബുകൾ എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റി. അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദീകരണമാണ് ഈ വീഡിയോയിലുള്ളത്. കബോർഡുകൾക്കും വാർഡ്രോബുകൾക്കുമായി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്നത് പ്ലൈവുഡ് ആണല്ലോ. പ്ലൈവുഡ് ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ടും WPC പ്രോഡക്റ്റുകളേക്കാൾ വളരെ ഹെവിയും വളരെ സ്ട്രോങ്ങുമാണെന്നുള്ളത് സംശയമില്ല. വ്യത്യസ്ത ബ്രാൻഡുകളും വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ളതുമായ പ്ലൈവുഡ് പ്രോഡക്റ്റുകൾ ലഭ്യമാണെങ്കിലും പ്ലൈവുഡ് ഒരിക്കലും ഒരു വാട്ടർ പ്രൂഫ് പ്രോഡക്റ്റ് അല്ല. ഫീനോൾ, ഫോർമാൽഡിഹൈഡ് പോലുള്ള കെമിക്കലുകൾക്കൊപ്പം ഈട് വർദ്ധിപ്പിക്കുന്നതിനായി ചേർക്കുന്ന ഹാനികരമായ പശകളും പലരെയും ആകുലപ്പെടുത്താറുണ്ട്. പാർട്ടിക്കിൾ ബോർഡ്, MDF, HDF എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോഡക്റ്റുകളും മാർക്കറ്റിലുണ്ടല്ലോ. ലഘുവായതും വളരെ കുറച്ച് മാത്രം ഭാരം വരുന്നതുമായ ആവശ്യങ്ങൾക്ക് മാത്രമേ പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിക്കാവൂ. മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡും ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡും പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഉപയോഗത്തിലെ ഡെഡ് വെയ്റ്റ് ലോഡ് അനുസരിച്ച് ഉപയോഗിക്കാം. എന്നാൽ ഇവയൊന്നും വാട്ടർ പ്രൂഫ് അല്ല. ഒരു മോഡുലാർ കിച്ചണോ വാർഡ്രോബോ ചെയ്യുന്നതിനായി നല്ലൊരു തുക പണിക്കൂലിയായി അഥവാ ലേബർ കോസ്റ്റായി നാം ചിലവാക്കുന്നു. വർക്ക് ചെയ്തതിന് ശേഷം 2-3 വർഷത്തിന് ശേഷം മെറ്റീരിയൽസ് കേടുവരുന്നു എങ്കിൽ നമുക്കിവിടെ നഷ്ടമാകുന്നത് ലേബർ കോസ്റ്റ്, വിലപ്പെട്ട സമയം, അതിനൊപ്പം തന്നെ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷെൽഫിൽ റീവർക്ക് ചെയ്യേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അത് നാം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് തികച്ചും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള PVC ബേസ്ഡ് മെറ്റീരിയൽസ് നാം റെക്കമെൻഡ് ചെയ്യുന്നത്. PVC ബോർഡുകളിൽ PVC പോളിമറും അഡിറ്റീവ്സും മാത്രമുള്ളപ്പോൾ WPC ബോർഡുകളിൽ വുഡ് പൗഡർ കൂടി ചേർത്താണ് എക്സ്ട്രൂഷൻ ചെയ്യാനുള്ള ബ്ലെൻഡ് തയ്യാറാക്കുന്നത്. വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ള WPC പ്രോഡക്റ്റുകൾ ലഭ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇക്കോസ്റ്റ് WPC പ്രോഡക്റ്റുകൾ പൊതുവെ വില കൂടിയവ തന്നെയാണ്. എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണിത്. എന്തുകൊണ്ടാണ് ഇക്കോസ്റ്റ് WPC പ്രോഡക്റ്റുകൾ ഇത്ര വില കൂടാനുള്ള കാരണം? എങ്ങനെയാണ് പ്രോഡക്റ്റിന്റെ വില കുറക്കാനാകുന്നത്? PVC കണ്ടന്റ് 50% താഴെ വരെ ആക്കുക, വില കുറഞ്ഞ മരപ്പൊടിയോ വൈക്കോൽ പൊടിയോ ഉപയോഗിക്കുക, കാൽഷ്യം കാർബണേറ്റിന്റെ അളവ് കൂട്ടുക, ഇതൊക്കെയാണ് വഴികൾ. ഇക്കോസ്റ്റ് ഇതിന് തയ്യാറല്ല. വെറും ഒരു WPC പ്രോഡക്റ്റിനപ്പുറം ഇക്കോസ്റ്റ് ഒരു സൊല്യൂഷനാണ് കസ്റ്റമേഴ്സിനായി മുന്നോട്ട് വെക്കുന്നത്. അത് എന്നും ഉറപ്പു തരുന്നു. കബോർഡുകൾക്കും വാർഡ്രോബുകൾക്കും യോജിച്ച പ്രോഡക്റ്റാണ് ഇക്കോസ്റ്റ് WPC. ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇക്കോസ്റ്റ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സിനും ഡൂസ് ആൻഡ് ഡോൺസ് എന്ന പേരിൽ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ഓരോ പ്രോഡക്റ്റും ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ. കബോർഡുകൾ, വാർഡ്രോബുകൾ, ഷെൽഫുകൾ എന്നിവയുടെ റാക്കുകൾ ചെയ്യാനായി WPC ബോർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഹൊറിസോണ്ടലായി വരുന്ന ഭാഗത്ത് അവയുടെ ഉപയോഗത്തിനനുസരിച്ചും അതിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഭാരത്തിന്റെ ഏകദേശ കണക്കനുസരിച്ചും വ്യത്യസ്ത ഡെൻസിറ്റിയിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണം. കൂടുതൽ ഭാരം വരാൻ സാധ്യതയുള്ള ഭാഗത്ത്, ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഭാഗത്ത് ഡെൻസിറ്റി കൂടിയ ബോർഡുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ഹൊറിസോണ്ടലായി റാക്കുകൾ ചെയ്യുമ്പോൾ ഓരോ 2 അടിയിലും ഒരു വെർട്ടിക്കൽ സപ്പോർട്ട് കൂടി കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2 ഫീറ്റിൽ കൂടുതലുള്ള വെർട്ടിക്കൽ സപ്പോർട്ട് ഇല്ലാത്ത ഭാഗങ്ങളിൽ ഹെവി ഒബ്ജക്റ്റുകൾ വെക്കുവാനായി നാം സപ്പോർട്ട് ചെയ്യാറില്ല. ഇതിനായി ഇക്കോസ്റ്റ് കോൾ സെന്ററിലോ ARS അസോസിയേറ്റ്സിന്റെ നമ്പറിലോ വിളിക്കുക. ARS Associates Cochin@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ ചാനലിലെ
വീഡിയോ കമൻസ് ആയിട്ടോ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്.